കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. സിനിമയിലെ കോമാളിത്തരങ്ങൾ പലപ്പോഴും ജീവിതത്തിലും പരീക്ഷിക്കുന്ന നടനാണ് ഇന്നസെൻ്റ്. പക്ഷേ ഇന്നസെൻ്റ് ഒത്തിരി ഗൗരവമുള്ള കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് 2009 റിലീസ് ചെയ്ത 10ാം നിലയിലെ തീവണ്ടി. ജോഷി മാത്യു സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയത്തിന് ഇന്നസെൻറ്റിനെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാര പട്ടികയിൽ പരിഗണിച്ചിരുന്നു. ഇന്നസെൻറ്റിനെ കൂടാതെ പാലേരി മാണിക്യത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയുടെ പേരും പ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചനെയും പരിഗണിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം ഇന്നസെൻ്റ് പുറത്തായി. ദേശീയ പുരസ്കാരം കിട്ടാത്തതിൻ്റെ സങ്കടം കുറച്ചുനേരം ഇന്നസെൻറ്റിനുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പ്രാർത്ഥന മമ്മൂട്ടിക്ക് എങ്കിലും കിട്ടണേ എന്നായിരുന്നില്ല, മറിച്ച് അമിതാഭ് ബച്ചന് കിട്ടിയാലും മമ്മൂട്ടിക്ക് കിട്ടരുത് എന്നായിരുന്നു ഇന്നസെൻറ്റിൻ്റെ പ്രാർത്ഥന. ഒടുവിൽ ഇന്നസെൻറ്റിൻ്റെ പ്രാർത്ഥന പോലെ തന്നെ 2009 മികച്ച നടനായി അമിതാഭ് ബച്ചനെ തന്നെ തിരഞ്ഞെടുത്തു. ബച്ചന് പുരസ്കാരം കിട്ടിയപ്പോൾ ഇന്നസെൻ്റ് തുള്ളിച്ചാടി. ഇത് കണ്ട് ഭാര്യ ആലീസ് കരുതിയത് ഇന്നസെൻറ്റിനാണ് പുരസ്കാരം കിട്ടിയത് എന്നാണ്. പിന്നീട് ഇന്നസെൻ്റ് ആലോചിച്ചത്രേ, താൻ എന്തിനാണ് ഒരുപാട് അടുപ്പമുള്ള മമ്മൂട്ടിക്ക് പുരസ്കാരം കിട്ടരുത് എന്നും ഒരു പരിചയവുമില്ലാത്ത ബച്ചന് പുരസ്കാരം കിട്ടണമെന്നും ചിന്തിച്ചതെന്ന്. ഏറെ ആലോചിച്ചപ്പോൾ ഉത്തരം കിട്ടി. മറ്റൊന്നുമല്ല, തൻ്റെ ഉള്ളിലും എല്ലാ മനുഷ്യരിലുമുള്ള ഈഗോയും ദുഷ്ചിന്തകളും കുശുമ്പുമൊക്കെയുണ്ട് എന്ന് ഇന്നസെൻ്റ് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ.